നമ്മളിന്നിപ്പോൾ ഒരു സൈറ്റിലാണുള്ളത്. നമ്മളെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളത്. ഈ വീട് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയൊരു തലവേദനയാണ് ബാത്റൂമിലെ ലീക്ക്. ബാത്റൂമിൽ നമ്മൾ എന്ത് ചെയ്താലും, വാട്ടർ പ്രൂഫ് ചെയ്താലും, അതുപോലെ എന്തൊക്കെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അത് ലീക്ക് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ചുമരിലൊക്കെ പൊട്ടിയിട്ട ചുമരിലൊക്കെ ലീക്ക് വന്നുകൊണ്ടിരിക്കും. പൊട്ടിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോരുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. നമ്മൾ എത്ര വാട്ടർ പ്രൂഫ് ചെയ്താലും ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഈ വക പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഇവിടെ ഉള്ളത്, ഈ സൈറ്റിൽ ചെയ്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഇത് കണ്ട ഈ ബാത്റൂമിൽ നമ്മൾ പാദത്തിൻ്റെ മുകളിൽ നിന്ന് 2 കല്ല് ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ ലീക്ക് വരവ് ഈ താഴെ ഭാഗത്താണ്, തറമ്മൽ, അതുപോലെ താഴെ ഭാഗത്താണ്. നമ്മൾ ഷോക്കേസൊക്കെ ഈ ബാത്റൂമിൻ്റെ ചുമരിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു കിഞ്ചിലുണ്ടാവും. ഇത് 4 ഇഞ്ചിലാണ് കോൺക്രീറ്റ് ചെയ്തത്. 4 ഇഞ്ച് താബൂക്ക് ആദ്യം പടുത്തതിൻ്റെ ശേഷം പിന്നെ ഷീറ്റ് വെച്ചിട്ട് 4 ഇഞ്ചാണ് കോൺക്രീറ്റ് ചെയ്തതാണ്. ഇത് ബാത്റൂമിൻ്റെ ചുറ്റുഭാഗം ഇതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്ലംബിങ്ങിൻ്റെ ലൈനൊക്കെ പോകണം ഇനി കോൺക്രീറ്റിൻ്റെ മുകളിലൂടെ പോവുക. സാധാരണ ലീക്ക് വരവ് ഈ താഴെ ഭാഗത്താണ്. അതുകൊണ്ടാണ് ഇത്ര ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്യാൻ കാരണം. ഇത് പാതകത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഫുള്ള് കോൺക്രീറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൂമുക്കും അതുപോലെ പുറത്തേക്കും ഇതിൻ്റെ ലീക്ക് ഉണ്ടാവില്ല. കോൺക്രീറ്റിന് കൂടെ ഒരിക്കലും ലീക്ക് വരില്ല. ഇതിൽ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ആവശ്യം ഇനി വരുന്നില്ല ഇതിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലംബിങ്ങിൻ്റെ പൈപ്പിട്ട് മണ്ണൊക്കെ ഫില്ലാക്കിയതിന് ശേഷം കനമുള്ള പ്ലാസ്റ്റിക് വിരിക്കും. പ്ലാസ്റ്റിക് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കമ്പി കെട്ടിയിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മണ്ണ് താന്നാലും നമ്മളെ കോൺക്രീറ്റ് ഒരിക്കലും താവില്ല. നമ്മളെല്ലാ ബാത്റൂമിലും കാണാൻ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈലൊക്കെ പൊട്ടിപ്പോവുക, ടൈല് താവുക, അതുപോലെ പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല. നമ്മൾ കമ്പിട്ട് കോൺക്രീറ്റ് ചെയ്താൽ മണ്ണിൻ്റെ മുകളിൽ കവർ വിരിച്ചിട്ട് കമ്പിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഈ ബാത്റൂം സെറ്റാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലത്തതും ഇതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മുകളിലത്തെ ബാത്റൂമും സെറ്റാക്കുന്നത്. അപ്പോൾ